ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ബിബിൻ. ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ എൻ്റെ കൈയുടെ ചികിത്സയ്ക്കായി വയനാടുള്ള എൻ്റെ തറവാട്ട് വീട്ടിൽ വന്നതാണ് ഞാൻ. ഇവിടെ വല്യമ്മ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ അടുത്ത വീട്ടിലെ ഒരു ചേച്ചി വരും. രാവിലെ 8 മണിക്ക് വന്നിട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ ചേച്ചി പോകും. 2 ആഴ്ചത്തെ ചികിത്സ കൊണ്ട് കൈ ഏകദേശം ഓക്കെയായി. എന്നാലും 1 മാസത്തെ ചികിത്സയാണ്, അത് കഴിഞ്ഞ് പോയാൽ മതിയെന്ന് വല്യമ്മ പറഞ്ഞു. 1 മാസത്തെ ചികിത്സ കഴിഞ്ഞാലും വല്യമ്മ എന്നെ വിടുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാരണവും വല്യമ്മയുടെ ഒറ്റയ്ക്കുള്ള ജീവിതവും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് ഇത് കേൾക്കുകയാണെങ്കിൽ കൂട്ടുകാർക്ക് കഥ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അന്ന് രാവിലെ വാതിലിൻ്റെ സൈഡിൽ കിടന്ന ഞാൻ കുട്ടനെ പുറത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ കിടന്നല്ലോ. വാതില് തുറന്ന് പുറത്തേക്ക് പോവാൻ വന്ന വല്യമ്മ കുറച്ച് സമയം അവിടെ നിന്നു. എന്നിട്ടാണ് പുറത്തേക്ക് പോയത്. ഞാൻ പിന്നെയും ഒന്നും അറിയാത്തതുപോലെ കുറച്ച് സമയം കൂടി അവിടെ ഉറങ്ങി. ഒരു 7 മണിയായപ്പോൾ ഞാൻ പതിയെ എണീറ്റ് അടുക്കളയിലേക്ക് ചെന്നു. വല്യമ്മ അവിടെ ഉണ്ടായിരുന്നു. ഒട്ടും കനമില്ലാത്ത ഒരു നൈറ്റിയാണ് ഇട്ടേക്കുന്നത്. എന്നെ കണ്ടതും എനിക്കുള്ള ചായയും എടുത്ത് വല്യമ്മ അടുത്തേക്ക് വന്നു. ഉള്ളിൽ കവറൊന്നും ഇട്ടിട്ടില്ല, കിടന്ന് ഓളം വെട്ടുകയാണ്. കാര്യം എന്താണെന്ന് മനസ്സിലായി. രാവിലെ കുട്ടനെ കണ്ടതിൻ്റെ ഇളക്കമാണ് ഇതെല്ലാം. ഞാൻ ഒന്നും ശ്രദ്ധിക്കാത്തതുപോലെ നിന്ന് ചായ വാങ്ങി കുടിച്ചു. ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നാട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നത്. വല്യമ്മയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അമ്മയാണോ എന്ന് ഞാൻ ചോദിച്ചതും ഫോണെടുത്ത് ഒന്ന് ചിരിച്ചിട്ട് അടുക്കളയുടെ പുറത്തേക്ക് പോയി അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാനും പതിയെ ചുമരിനോട് ചേർന്ന് നിന്നു. എന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കാലോ. അവന് 2 ആഴ്ച കൊണ്ട് കൈക്ക് കുറവുണ്ട്. 1 മാസം കൊണ്ട് ചികിത്സ കഴിയും. എന്നാലും 1 മാസം കൂടെ ചികിത്സ എടുക്കണം, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കൈക്ക് വീണ്ടും വയ്യാണ്ടാകും എന്നാണ് വൈദ്യൻ പറഞ്ഞത്. അങ്ങനെയാണ് വല്യമ്മ അമ്മയോട് ഫോണിൽ പറയുന്നത്. ഈ വലിയമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വൈദ്യൻ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 1 മാസത്തെ ചികിത്സ മതിയെന്നാ പറഞ്ഞത്. എന്തായാലും ഇന്ന് ചെല്ലുമ്പോൾ അറിയാലോ. വല്യമ്മയുടെയും അമ്മയുടെയും സംസാരം ഇപ്പോഴൊന്നും നിൽക്കില്ല. ഞാൻ എന്തായാലും റെഡിയായിട്ട് വൈദ്യനെ കാണാനിറങ്ങി. വൈദ്യൻ്റെ അടുത്ത് ചെന്ന് അന്നത്തെ ചികിത്സ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ വൈദ്യൻ പറയുന്നത് കേട്ട് എൻ്റെ കിളി പോയിട്ടോ. രാവിലെ വല്യമ്മ അമ്മയോട് പറഞ്ഞില്ലേ, അതേ കാര്യമാണ് വൈദ്യൻ പറഞ്ഞത്. 1 മാസത്തെ ചികിത്സ കൂടി എടുക്കണമെന്നും അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ കൈക്ക് വീണ്ടും പ്രശ്നമാകുമെന്നും ഞാൻ തറവാട്ടിൽ വന്ന് വല്യമ്മയോട് വൈദ്യൻ പറഞ്ഞ കാര്യം പറഞ്ഞു. അപ്പോഴെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു തെളിച്ചവും സന്തോഷവും എല്ലാം കണ്ടു. അത്രയും നാൾ കൂടി മോനിവിടെ ഉണ്ടാവുമല്ലോ. വല്യമ്മയ്ക്ക് സന്തോഷമായി. ഞാൻ നിന്റെ അമ്മയെ വിളിച്ച് ഈ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വല്യമ്മ ഫോൺ എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. പക്ഷേ അമ്മയെ വിളിക്കുന്നതൊന്നും കണ്ടില്ല. കാര്യം വല്യമ്മ രാവിലെ തന്നെ ഇതെല്ലാം അമ്മയോട് പറഞ്ഞതാണല്ലോ. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. എന്തോ എനിക്കും ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണ്. അന്ന് രാത്രിയിൽ ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു 9 മണി ആയപ്പോഴേക്കും ഉറങ്ങാൻ കിടന്നു. ആ വലിയ റൂമിൻ്റെ കതകിനോട് ചേർന്ന് കിടക്കുന്ന കട്ടിലിലാണ് ഞാൻ ഉറങ്ങുന്നത്. അങ്ങേ അറ്റത്തുള്ള കട്ടിലിൽ വല്യമ്മയും ഞാനൊന്ന് ഉറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് മോനെ നീ ഉറങ്ങിയോ എന്ന് വല്യമ്മയുടെ ചോദ്യം കേട്ടത്. ഇല്ല വല്യമ്മേ, എന്തു പറ്റി? വെള്ളം വല്ലതും കുടിക്കാൻ വേണോ? അതൊന്നും വേണ്ട, എനിക്ക് എന്താണെന്നറിയില്ല, ഉറക്കം വരുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ മനസ്സിൽ എന്തോ ഒരു ഭയം പോലെ. നമുക്ക് കുറച്ചു നേരം കൂടി എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. വല്യമ്മ പറയുന്നത് കേട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വല്യമ്മ എണീറ്റ് എൻ്റെ കട്ടിലിൻ്റെ അരികിൽ വന്നു. മോനെ, ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് വല്യമ്മ അവിടെ ഇരുന്നു. എന്നിട്ട് തറവാട്ട് വീട്ടിൽ നടന്ന പഴയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ മൂളി ഉറക്കത്തിൽ എല്ലാം കേട്ടു. കുട്ടൻ്റെ മുകളിൽ എന്തോ ഒരു കനം പോലെ തോന്നി. ഞാൻ കണ്ണു തുറന്നു. കുട്ടൻ വല്യമ്മയുടെ കയ്യിലാണ്. അതിനെ കൊഞ്ചിക്കുകയും തലോടുകയും എല്ലാം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കൈ പതിയെ പൂവിൻ്റെ അടുത്തേക്ക് നീക്കി അതിൻ്റെ ഇതളുകളിൽ തലോടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടനെ എടുത്ത് വല്യമ്മ പാറക്കെട്ടിൻ്റെ ഇടയിലേക്ക് വെച്ചു. കുട്ടൻ ചീറ്റാറായെന്ന് മനസ്സിലായപ്പോൾ വല്യമ്മ അതെടുത്ത് വായിലേക്ക് വെച്ചു. നിറയെ ഐസ്ക്രീം ചീറ്റി.